ഇപ്പോൾ കേരളത്തിൽ സന്ദീപ് വാര്യറിനെ പോലെ അതേ തരത്തിൽ പൊതുയിടങ്ങളിൽ ജനകീയനായ ഒരു നേതാവായിരുന്നു സന്ദീപ് വചസ്പതി. അദ്ദേഹം എന്തായാലും BJPക്കെതിരെ ഇപ്പോൾ ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പരാജയത്തെക്കുറിച്ച് പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ സന്ദീപ് വാര്യറിന് പിന്നാലെ മറ്റൊരു സന്ദീപും ഇവിടെ ഒരു കലാപക്കൊടി ഉയർത്തുകയാണോ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ പോസ്റ്റിൽ അത്രയധികം രൂക്ഷമായി വിമർശനം BJPക്കെതിരെ വചസ്പതി ഉന്നയിച്ചിട്ടില്ല. വളരെ ഷുഗർ കോട്ട് ചെയ്ത് പാർട്ടി നല്ല പാർട്ടിയാണ്, പിന്നെ ഇതൊക്കെ മറികടന്ന് നമ്മൾ തിരിച്ചു വരും, ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് ഞാൻ വായിക്കുമ്പോൾ ശ്രീധന് മനസ്സിലാവും. ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടന്നത് ചേലക്കര മണ്ഡലത്തിലാണ്. അവിടെ ഉജ്ജ്വല മുന്നേറ്റമാണ് BJP നടത്തിയത്. 10,000-ഓളം വോട്ട് ചേലക്കരയിൽ BJPക്ക് കൂടി. പ്രചാരണത്തിന് നേതൃത്വം നൽകിയ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അഭിനന്ദനം അർഹിക്കുന്നു. വയനാടും BJP വോട്ട് വിഹിതം നിലനിർത്തി. ഇതുവരെ ഒക്കെയാണല്ലോ. ഇനി അടുത്തതാണ് വയനാട്ടിൽ. അവിടെയും പാർട്ടി എന്ന നിലയിൽ BJPയുടെ അടിത്തറ ശക്തമാണ്. ഇതുവരെ ഒക്കെയാണ്. ഇനി അടുത്തത്. എന്നാൽ പാലക്കാട് തികച്ചും വ്യക്തിപരമായിരുന്നു കാര്യങ്ങൾ. പ്രചാരണത്തിലടക്കം ഇത് കാണാമായിരുന്നു. വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കം വിഷയങ്ങളായി. ഈ കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കും. അവിടെയാണ് സുരേന്ദ്രനോടുള്ള വിമർശനം വിയോജിപ്പും. അതായത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കും എന്നാണ് പറയുന്നത്. എങ്കിലും പാലക്കാട് BJPയുടെ അടിത്തറയ്ക്ക് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. ബാലൻസിങ്. സുരേന്ദ്രനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിങ്. ഈ തിരിച്ചടി താൽക്കാലികം മാത്രമാണ്. ഇതിനെയും പാർട്ടി മറികടക്കും. അതിനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിനുണ്ട്. അതായത് പറയാതെ എല്ലാ കാര്യങ്ങളും സന്ദീപ് വചസ്പതി പറഞ്ഞു കഴിഞ്ഞു. സുരേന്ദ്രൻ തന്നെ നേതൃത്വം നൽകിയിട്ടും പാലക്കാട് BJPയിൽ പാർട്ടിയുടെ വോട്ട് ചോർന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സുരേന്ദ്രൻ മാത്രമാണ്. ഇത് ഇവിടെ ചർച്ച ചെയ്യപ്പെടും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സന്ദീപ് വചസ്പതി കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പകയുള്ള പാമ്പാണ്. സുരേന്ദ്രൻ ഒരിക്കലും തന്നെ നോവിച്ചു വിട്ടവരെയോ അല്ലെങ്കിൽ തനിക്കെതിരെ അധിക്ഷേപ വർഷങ്ങൾ നടത്തിയവരെയോ തന്നെ വിമർശിക്കുന്നവരെ പോലും സുരേന്ദ്രൻ എന്ത് ചെയ്യില്ല, മറക്കില്ല. പക്ഷേ സുരേന്ദ്രൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ BJPക്ക് അകത്ത് നിന്ന് BJP വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വിമർശിച്ചാലേ ഇയാൾക്ക് പ്രശ്നമുള്ളൂ. എന്നാൽ സുരേന്ദ്രൻ ഇൻ്റർവ്യൂ കൊടുക്കുന്ന മാധ്യമങ്ങൾ ശ്രീധർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു BJPക്ക് അനുകൂലമായിട്ട് വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമം, ആ മാധ്യമങ്ങളിലെ ആരെങ്കിലും ഈ സുരേന്ദ്രൻ്റെ ഒരു ചെയ്തി ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സുരേന്ദ്രൻ ആ മാധ്യമത്തെ മൈൻഡ് ചെയ്യില്ല, തിരിഞ്ഞു നോക്കില്ല, തെറിവിളിയായി തന്തയ്ക്ക് വിളിയായി പലതുമായി. എന്നാൽ സുരേന്ദ്രൻ സൗഹൃദം പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരാരൊക്കെയല്ല, ഹർഷൻ പൂപ്പാറക്കാരൻ. ഈ പാലക്കാടോ എവിടെയോ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവൻ്റെ കൂടെ വണ്ടിക്കകത്ത് കയറി സുരേന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. വണ്ടിക്കകത്ത് കയറി അവൻ്റെ കൂടെ News 24/7 മലയാളം അങ്ങനെ ഒരു ചാനലാണ് ഇപ്പോൾ ഇരിക്കുന്ന പുള്ളിക്കാരൻ. എന്തിനു വേണ്ടി? അതാണ് എൻ്റെ ചോദ്യം. എന്തിനു വേണ്ടി? ഇവിടെ BJPക്ക് വേണ്ടി വാർത്ത ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ചാനൽസിന് വേണ്ടിയും എല്ലാവരും വാർത്ത ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും വാർത്ത ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് ചാനലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചാനലുണ്ട്, BJPക്ക് ചാനലുണ്ട്. എന്തിനു പറയുന്നു? ഈ ക്രൈസ്തവ സഭകൾക്ക് വരെ ഓരോ സഭയ്ക്കും ഓരോ ചാനലുണ്ട്, പലർക്കും പല ചാനലുണ്ട്. അപ്പോൾ സ്വന്തം കൂടെ നിൽക്കുന്ന ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ വിമർശനം ചോദിച്ചാൽ പുള്ളി സഹിക്കില്ല. അതേസമയം തന്നെ നിശിതമായി വിമർശിക്കുന്ന, അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന മാധ്യമ പ്രവർത്തകരോടൊക്കെയാണ് ഇയാൾക്ക് കൂട്ടും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സുരേന്ദ്രൻ്റെ ഒരു സംഭവമാണ്. അങ്ങനെ കൂട്ടുകൂടി സുരേന്ദ്രൻ, ഈ ഹർഷൻ പൂപ്പാറക്കാരൻ, പിന്നെ നമ്മുടെ സനീഷ് ഇളയിടത്ത്, നമ്മുടെ News 18-ലുണ്ടായിരുന്ന ഒരു ചങ്ങായിയാണ് ഈ സനീഷ് ഇളയിടത്ത്, അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി അവരുടെ അടുത്ത് പോയി താണുകേണ് നിന്ന് സുരേന്ദ്രൻ എന്ത് ചെയ്യും? ബൈറ്റ് കൊടുക്കും. അതേസമയം BJPയോട് കുറച്ചെങ്കിലും സ്നേഹമുള്ള ആൾക്കാർ സുരേന്ദ്രനോട് ഒരു ബൈറ്റ് ചോദിക്കാൻ വിളിച്ചാലോ പുള്ളി കൊടുത്ത ചരിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. സീരിയസ് ആയിട്ട് പുള്ളി കൊടുത്ത ചരിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ നിർബന്ധിച്ച് അവസാനമാകുമ്പം ചിലപ്പോൾ 1-2 ബൈറ്റ് തിന്നാലേ. അതേസമയം കൂടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം സംയോജിപ്പിച്ച് അവരെ ചേർത്ത് നിർത്തി അവർക്കൊരു ശക്തി കൊടുത്ത് അവരിലൂടെ എന്ത് ചെയ്യണം? മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനവും സുരേന്ദ്രന് കേൾക്കേണ്ടി വരില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സുരേന്ദ്രൻ ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം സുരേന്ദ്രൻ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് സന്ദീപ് വചസ്പതി ഈ പോസ്റ്റിലൂടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത് സന്ദീപ് വചസ്പതി പറയുന്നു, ഇവിടെ
വ്യക്തിപരമായിരുന്നു കാര്യങ്ങൾ പാലക്കാട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. പാലക്കാട് വ്യക്തിപരമെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളും വ്യക്തിപരമല്ലായിരുന്നു. സന്ദീപ് വാര്യർ പറഞ്ഞത് അദ്ദേഹത്തിനുണ്ടായ അപമാനത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ ആരും കാണാൻ വന്നില്ല, അദ്ദേഹത്തിനെ കൺവെൻഷനിൽ പോയപ്പോൾ സീറ്റ് കൊടുത്തില്ല. അത് സന്ദീപ് വാര്യർ ഇന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇന്ന് സന്ദീപ് വാര്യർ പറയുന്നുണ്ട് പാലക്കാട് BJPയെ നയിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിമോളാണെന്ന് പറയുന്നുണ്ട്. കൃഷ്ണകുമാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഏഷ്യാനെറ്റുകാരൻ കൃഷ്ണകുമാറിൻ്റെ മുഖം സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ബോക്സിൽ സന്ദീപ് വാര്യർ, ഒരു ബോക്സിൽ കൃഷ്ണകുമാർ, മിനിമോളാണ് നയിക്കുന്നത്. അതായത് ഇവർ അവിടെ കിടന്ന് പൂന്ത് വിളയാടുകയാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊന്നും യാതൊരുവിധ വിലയും അവർ കൽപ്പിക്കുന്നില്ല. അതായത് മിനിമോൾക്ക് പാലക്കാട് സുരേന്ദ്രൻ എഴുതി കൊടുത്തിരിക്കുകയാണ് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. കൃഷ്ണകുമാറിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം പോലും മിനിമോൾ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒരു സ്വാധീനം കൊണ്ട് വന്നതാണ് എന്നും പറയുന്നുണ്ട്. ആ കൗൺസിലറാണ് അവിടുത്തെ കൗൺസിലർ എന്ന നിലയ്ക്ക് കൗൺസിലർമാർക്കിടയിൽ തന്നെ ഇവരോട് അതൃപ്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ വ്യക്തിപരമാണ് എന്ന് പറഞ്ഞതിൽ ഇങ്ങനെ കുറച്ച് സൂചനകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സന്ദീപ് വചസ്പതിയോട് ഇപ്പോൾ നേരിട്ട് ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ പറയും ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് മാധ്യമ റിപ്പോർട്ടുകളിലൊക്കെ വന്നു കഴിഞ്ഞ കാര്യമാണ്. അത് രണ്ടാമത്തെ കാര്യം. ഇനി സന്ദീപ് വചസ്പതി അവിടെ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വർഗീയത, കോഴ, കൂറുമാറ്റം. വർഗീയത, പാലക്കാട് വർഗീയത, പിന്നെ കോഴ, പിന്നെ കൂറുമാറ്റം, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അവിടെ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നതിൽ പാർട്ടിക്ക് എന്ത് പറ്റി, വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. സംഭവിച്ചു. അത് സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത് വലിയ വീഴ്ചയാണ് പാർട്ടിക്ക് ഉണ്ടായത്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. സന്ദീപ് വാര്യർ പോയത് വലിയ വീഴ്ചയാണ്. പക്ഷേ BJPയുടെ ഏറ്റവും തലപ്പത്തുള്ളൊരു പ്രവർത്തകൻ, അദ്ദേഹത്തെ ആർക്കും അറിയില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്ര ഡാമേജ് വരില്ല. സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതനാണ്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഏറ്റവും അടുത്തറിയാവുന്ന BJPക്കാരനാണ് അല്ലേ, ഏറ്റവും അടുത്തറിയാവുന്ന BJPക്കാരനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ BJPയിലെ 10 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയൊക്കെ പേര് പറയും? സുരേന്ദ്രൻ്റെ പേര് ചിലപ്പോൾ പറഞ്ഞില്ല എന്നിരിക്കും. ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ, സന്ദീപ് വചസ്പതി, പിന്നെ നമ്മുടെ ഗോപാലകൃഷ്ണൻ, പിന്നെ പണ്ട് ചാനൽ ചർച്ചകളിൽ സജീവമായി വന്നിരുന്ന് തേയുന്ന ഒരു BJP പ്രവർത്തകനുണ്ടായിരുന്നു, പത്മകുമാർ എന്ന് പറയും, പപ്പേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഒരു ചാനൽ ചർച്ചയിലും വിജയിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവസാനം ഷാനി പ്രഭാകരൻ്റെ കൂടെയുള്ള ഏതോ ഒരു ചാനൽ ചർച്ചയിൽ പപ്പേട്ടൻ സ്കോർ ചെയ്തപ്പം ഞങ്ങളുടെ പപ്പേട്ടൻ വിജയിച്ചേ എന്ന് പറഞ്ഞ് BJP പ്രവർത്തകർ ഇലക്ഷൻ ജയിച്ച സന്തോഷമായിരുന്നു അദ്ദേഹം. ആ പപ്പേട്ടനെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഷാനി പ്രഭാകർ ഇത്രയും ഫോളോവേഴ്സ് അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്തത്. കാരണം അപ്പുറത്തിരിക്കുന്ന BJP നേതാവിനെ ഒന്നും പറയാൻ കഴിവില്ലാത്ത BJP നേതാവാണെങ്കിൽ കൃത്യമായിട്ട് ആക്രമിക്കാം. അദ്ദേഹത്തെ ഇപ്പോൾ കാണാനേ ഇല്ല. അപ്പോൾ പക്ഷേ പാർട്ടിയിലുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ജയിച്ച് മാരാർജി ഭവനിലൊക്കെ വന്നപ്പോൾ അദ്ദേഹം മാലയിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. അതൊക്കെ ഗൗരവമായി പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. തിരിച്ചടി പ്രതീക്ഷിച്ചു, പക്ഷേ ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. കാരണം 10,000 വോട്ടല്ല, വോട്ടേ 6,000. ഞാൻ പറയട്ടെ, കോൺഗ്രസ് പ്രവർത്തകർ പോലും 5,000 to 6,000 വോട്ടിന് ജയിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. 18,000 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ട അവിടെ ജയിച്ചത്. പാലക്കാട് നഗരസഭ പോലും കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇത് പരിശോധിച്ച് നടപടി എടുക്കണം എന്നുള്ളതാണ് സന്ദീപ് വചസ്പതി. 2,000 വോട്ടും കൂടെ സരിന് കൂടിയിരുന്നെങ്കിൽ BJP മൂന്നാമതായനെ. അങ്ങനത്തെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ അവിടെ പോയിരുന്നത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് BJPക്ക് കിട്ടിയത്. ഇപ്പോൾ സന്ദീപ് വചസ്പതി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്, ക്ലിയറാണ്. അപ്പോൾ പാർട്ടി ഇത് പരിശോധിക്കുന്നതിന് പകരം സന്ദീപ് വചസ്പതിയെ നിരീക്ഷിക്കാൻ ആളെവിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സുരേന്ദ്രൻ്റെ ഒരു ലൈൻ. അപ്പോൾ ശരി.